മുന്നണികളെ മാറി മാറി പരീക്ഷിക്കുകയെന്നത് കരുനാഗപ്പള്ളിയുടെ പ്രത്യേകതയാണ്. പാർട്ടി ലേബലിനല്ല, മറിച്ച് പ്രാദേശിക നേതൃത്വത്തിന്റെ സാന്നിധ്യമാണ് ഇവിടുത്തെ വിധി നിർണയിക്കുന്നത്. ജനപ്രതിനിധികളുടെ ഇടപെടലിന് വലിയ വില നൽകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമാണ് കരുനാഗപ്പള്ളിക്കുള്ളത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ജനപ്രതിനിധി തങ്ങൾക്കിടയിൽ എത്രത്തോളം സജീവമാണെന്ന് അവർ സസൂക്ഷ്മം നിരീക്ഷിക്കും. താഴെത്തട്ടിലുള്ള ജനങ്ങളുമായും നിരന്തരം സമ്പർക്കം പുലർത്തുന്ന നേതാക്കൾക്കാണ് കരുനാഗപ്പള്ളിക്കാർക്കിടയിൽ കൂടുതൽ സ്വീകാര്യത. നിലവിലെ MLA CR മഹേഷ് ആണ് UDF സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തുള്ളത്. LDF സ്ഥാനാർത്ഥിയായി CPI-യിലെ MS താരയും NDAക്ക് വേണ്ടി BJP-യിലെ VS ജിതിൻ ദേവും മത്സരിക്കാനുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഇടതുപക്ഷ തരംഗമുണ്ടായപ്പോഴും കരുനാഗപ്പള്ളിയിൽ അപ്രതീക്ഷിതമായ ഫലമാണ് ഉണ്ടായത്. രണ്ടാം അംഗത്തിനിറങ്ങിയ കോൺഗ്രസിലെ CR മഹേഷ് 94,225 വോട്ടുകൾ നേടി വലിയ വിജയം സ്വന്തമാക്കി. CPI-യിലെ R രാമചന്ദ്രനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. രാമചന്ദ്രന് 65,017 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. 29,208 വോട്ടുകളുടെ വലിയ ഭൂരിപക്ഷമാണ് മഹേഷിന് ലഭിച്ചത്. BJP-യിലെ സ്ഥാനാർത്ഥി BT സുധീർ 12,144 വോട്ടുകൾ നേടി മൂന്നാം സ്ഥാനത്തെത്തി. 2016-ൽ നേരിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ട മഹേഷ് പിന്നീട് 5 വർഷം മണ്ഡലത്തിൽ നടത്തിയ നിരന്തരമായ ഇടപെടലുകളാണ് ഈ വലിയ വിജയത്തിന് കാരണമായത്. നഗരസഭാ ഭരണത്തിലെ പോരായ്മകളും വികസന മുരടിപ്പും വോട്ടർമാർക്കിടയിൽ ചർച്ചയായതാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായത്. ജനപ്രതിനിധിയുടെ ലഭ്യതയ്ക്കും സേവന മികവിനും വോട്ടർമാർ നൽകിയ അംഗീകാരമായിരുന്നു CR മഹേഷിന്റെ വിജയം. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF ഭരിച്ചിരുന്ന കരുനാഗപ്പള്ളി നഗരസഭയും ക്ലാപ്പന, കുലശേഖരപുരം പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തു. LDF-നും UDF-നും തുല്യ സീറ്റുകൾ ഉണ്ടായിരുന്ന ഓച്ചിറ പഞ്ചായത്തിൽ UDF-ന് ഭൂരിപക്ഷം ലഭിച്ചു. ആലപ്പാട് പഞ്ചായത്ത് UDF-ന് നഷ്ടമായപ്പോൾ തഴവ, തൊടിയൂർ പഞ്ചായത്തുകൾ LDF നിലനിർത്തുകയും ചെയ്തു. ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്തിലും UDF-ന് ഭൂരിപക്ഷം ലഭിച്ചു. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഓച്ചിറ, കുലശേഖരപുരം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ LDF-ന് നഷ്ടമായി. രണ്ടിടത്തും UDF ആണ് വിജയിച്ചത്. കരുനാഗപ്പള്ളി മണ്ഡലം കൂടി ഉൾപ്പെടുന്ന തൊടിയൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ LDF നിലനിർത്തുകയും ചെയ്തു. സാധാരണ സമയത്തും പ്രതിസന്ധി ഘട്ടങ്ങളിലും ജനങ്ങൾക്കിടയിൽ സജീവമായ നേതാക്കളെ കരുനാഗപ്പള്ളി പിന്തുണയ്ക്കുന്നു. പ്രഖ്യാപനങ്ങളെക്കാൾ പ്രായോഗികമായ വികസന പദ്ധതികൾക്കാണ് ഇവിടെ മൂല്യം. ഭരണകൂടം തങ്ങളുടെ പ്രശ്നങ്ങളിൽ എത്രത്തോളം വേഗത്തിൽ ഇടപെടുന്നു എന്നത് വോട്ടർമാർ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നു. മണ്ഡലം നിലനിർത്താൻ CR മഹേഷ് സജീവമായി തന്നെ രംഗത്തുണ്ട്. അതുപോലെ തങ്ങൾക്ക് നഷ്ടമായ മണ്ഡലം തിരിച്ചു പിടിക്കാൻ MS താരയുമുണ്ട്. താമര വിരിയിക്കാനായി ജിതിൻ ദേവും കരുനാഗപ്പള്ളിയിലെ വോട്ടർമാർക്കിടയിൽ ചുറുചുറുക്കോടെയുണ്ട്. പ്രകടനത്തിന് വലിയ വില നൽകുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരമുള്ള കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ ആരുടെ പ്രകടനമാണ് വോട്ടർമാർക്ക് പ്രിയപ്പെട്ടതെന്ന് കണ്ടു തന്നെ അറിയണം.